പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൽ പ്രിയരെ, ഞാനിപ്പം നിൽക്കുന്നത് ഒരു സെമിത്തേരിയിലാണ്. സെമിത്തേരി എന്ന് പറയുമ്പം വളരെ വലിയ സെമിത്തേരിയാണ്. എങ്കിലും ഞങ്ങൾ സെമിത്തേരിയുടെ ഒരു ചെറിയൊരു കോർണറിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ സെമിത്തേരിയുടെ വലിപ്പം എന്ന് പറയുന്നത് 10-20 ഏക്കറിലധികം സ്ഥലമുണ്ട്. യഹൂദന്മാരെ അടക്കിയിട്ടുണ്ട്. ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ വന്നിരിക്കുന്ന അനേകം ആളുകളുടെ ശവസംസ്കാരം നടത്തിയിരിക്കുന്ന ഒരു സ്ഥലമായത്. ഈ സെമിത്തേരിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു കുഞ്ഞ് ഈ സെമിത്തേരിയിൽ ഞങ്ങൾ അടക്കിയിട്ടുണ്ട്. അപ്പം അതുമായി ബന്ധപ്പെട്ട് ഒരു സംഭവമുണ്ട്. അത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ രാജ്യത്ത് വരുമ്പം ഒരു കുടുംബത്തിൽ ഒരു കുഞ്ഞ് ജനിച്ചിട്ട് ആ കുഞ്ഞിന് വയ്യാതാവുകയും ആ കുഞ്ഞിന് വയ്യാത്തത് മൂലം ആ കുടുംബത്തെ ആദ്യമായിട്ട് ഞാൻ കണ്ടുമുട്ടി. അന്ന് അവരെ കണ്ടുമുട്ടുമ്പം ആ കുഞ്ഞ് വയ്യാതെ കിടക്കുകയാണ്. ഡോക്ടർമാരെ പ്രതീക്ഷയൊന്നുമില്ലാതെ കിടക്കുന്ന സമയം. അന്ന് അവർ യേശുക്രിസ്തുവിനെ അറിഞ്ഞ് അവർ യേശുക്രിസ്തുവിനോട് പ്രാർത്ഥിക്കാനും വചനം കേൾക്കാനും തുടങ്ങി. അന്ന് അവർ മനസ്സ് തകർന്നിരിക്കുന്ന സമയമാണ്. ഭയങ്കര ദുഃഖത്തിലാണ് അന്ന് ആ ദമ്പതികൾ കടന്നുപോയത്. കാരണം ഒരു കുഞ്ഞുണ്ടായപ്പോൾ ആ കുഞ്ഞ് മരണത്തിൻ്റെ അകത്ത് നിൽക്കുമ്പോൾ അവരനുഭവിക്കുന്ന ഒരു മാനസിക സമ്മർദ്ദമുണ്ട്. പക്ഷേ ആ മാനസിക സമ്മർദ്ദത്തിൽ യേശു ക്രിസ്തു അവരെ ഭയങ്കരമായിട്ട് ആശ്വസിപ്പിച്ചു. ആ ആശ്വാസത്തിലൂടെ കടന്നു പോകുമ്പോൾ തന്നെ ആ കുഞ്ഞ് മരിക്കുകയും ചെയ്തു. പക്ഷേ ആ കുഞ്ഞ് മരിച്ചതൊന്നും അവരുടെ ആ ദുഃഖത്തെ താങ്ങാൻ അന്ന് അവരെ ആശ്രയിച്ച യേശു ക്രിസ്തുവിന് സാധിച്ചു. കുഞ്ഞും മരിക്കുമ്പോൾ അവരുടെ കണ്ണുനീരൊപ്പാൻ കർത്താവ് തൻ്റെ വചനവുമായി അവരെ സമീപിച്ചു. അന്ന് അറിഞ്ഞ യേശു ക്രിസ്തുവിനെ അവർ പിന്നീട് കാലങ്ങളോളം ഇന്നും അവർ ആ യേശു ക്രിസ്തുവിനെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. അതിനുശേഷം അവർക്ക് കുഞ്ഞുണ്ടായി. പിന്നീട് ഈ രാജ്യത്ത് വലിയ അനുഗ്രഹങ്ങളൊക്കെ അവർക്കുണ്ടായി. അവർ മൂലം മറ്റു പലരും ദൈവത്തെ അറിയുവാനും ഇടയായി. ഞാനിപ്പോൾ ഇത് പറഞ്ഞതിൻ്റെ കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ ഒരു അനർത്ഥം വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു ദുഃഖം വരുമ്പോൾ, ഒരു തകർച്ച വരുമ്പോൾ, നമ്മളെല്ലാം അത് ഒരു തകർച്ചയായി കണ്ട് അത് മറുതലിപ്പിനും ദൈവമില്ല, അല്ലെങ്കിൽ ദൈവത്തെ കൊണ്ട് നമുക്ക് പ്രാർത്ഥിച്ചിട്ടും എനിക്കൊന്നും ലഭിക്കുന്നില്ല എന്നൊക്കെ പറയുന്ന ഒരു ലോകത്തിൽ നിന്നും വ്യത്യസ്തമായി പരിശുദ്ധാത്മാവിൽ ചിന്തിക്കുന്ന അനേകം മക്കളുണ്ട് ഭൂമിയിൽ. ചിലപ്പോഴെങ്കിലും നമ്മൾ ചിന്തിക്കാത്തൊരു കാര്യമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഒരു കഷ്ടം വരുന്നത് വരാനിരിക്കുന്ന വലിയ നന്മയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കാനായിരിക്കും. ഒരു കുഞ്ഞ് മരിക്കുമ്പോൾ സാധാരണ ആളുകൾ മരിക്കുന്നത് അയ്യോ എൻ്റെ കുഞ്ഞ് മരിച്ചുപോയി. എന്നാൽ പരിശുദ്ധാത്മാവിൽ ജീവിക്കുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ കർത്താവിൻ്റെ വചനം അറിയുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, ഒരു കുഞ്ഞ് മരിക്കുക അല്ലെങ്കിൽ ഒരു വലിയ ആൾ മരിക്കുക എന്ന് പറഞ്ഞാൽ അവർ യേശുവിൻ്റെ അടുക്കൽ ചെന്നു എന്നാണ് പറയുക. യേശു ക്രിസ്തുവിനോട് ചേർന്നു. നമ്മുടെ ജീവിതത്തിൽ ഒരു കഷ്ടതയുണ്ടാകുമ്പോൾ അത് പ്രാർത്ഥിക്കാനുള്ള ഒരു അവസരം ദൈവം തന്നു എന്ന് ചിന്തിക്കാൻ നമുക്ക് എവിടെ സാധിക്കുമോ അവിടെയാണ് നമ്മുടെ ജയം ആരംഭിക്കുന്നത്. പലവരുടെ ജീവിതത്തിലും കഷ്ടമോ ദുരിതമോ വരുമ്പോൾ മറുതലിക്കാനും പിറുപിറുക്കാനും നിൽക്കും. എന്നാൽ യഥാർത്ഥമായും ദൈവത്തിൻ്റെ മക്കൾ ഒരു കഷ്ടമോ ദുരിതമോ വരുമ്പോൾ അത് ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള അവസരമായിട്ടാണ് അവരതിനെ കാണുന്നത്. ഇവിടെ ഈ സെമിത്തേരിയിൽ ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത ഞാൻ ഇപ്പം നിങ്ങളെ കാണിച്ചു തരാം. ഇത് കേട്ടോ, ഇത് നോർക്രോസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇപ്പം ഇതിൻ്റെ അകത്ത് ജീസസിനെ ഇത് ചെയ്തിട്ടുണ്ട്. പരിശുദ്ധ മാതാവിൻ്റെ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് അവർക്കിടെ ഫ്യൂണറൽ ശുശ്രൂഷ നടക്കുന്ന ഒരു ബിൽഡിംഗ് ആയത്. അപ്പോൾ ഇതിനകത്ത് കണ്ടോ, ഇതിനകത്ത് ഈ മൊസോളിയം, ഇപ്പോൾ ഒരു ഫാമിലിയുടെ മൊസോളിയായി കാണുന്നത്. ഇതിന് ഡോറുണ്ട്. നമ്മളിതിനകത്ത് ഇതൊരു വീട് പോലെ ഇവർ വാങ്ങുക. തലമുറകളിലേക്ക് ഇത് പാസ് ചെയ്യും. നമ്മുടെ നാട്ടിലൊരു ശവക്കുഴി നമ്മൾ വാങ്ങുന്ന പോലെ. അപ്പോൾ ഇതിനകത്ത് ഇത് ഒരു വീട്, ഒരു കുടുംബക്കാർ ഇത് വാങ്ങിക്കഴിഞ്ഞാൽ അവരുടെ മക്കൾ തലമുറകളിലേക്കൊക്കെ ഇതിന് പാസ് ചെയ്യും. ഇപ്പോൾ ഒരാൾ മരിക്കുന്ന സമയത്ത് അവരെന്ത് ചോദിച്ചാൽ താക്കോലിട്ട് തുറക്കുക. ഇത് താക്കോലിട്ട് തുറന്ന് ഡോറ് തുറന്ന് ബോഡി അതിനകത്തേക്ക് ഇറക്കുക ചെയ്യുന്നത്. ബോഡി അതിനകത്തേക്ക് ഇറക്കും. ഇങ്ങനെ മനുഷ്യൻ്റെ മരണങ്ങളെയൊക്കെ വളരെ വിലപ്പെട്ടതായിട്ട് പണ്ട് മുതൽ ചരിത്രത്തിൽ എഴുതിയിട്ടുണ്ട്. അതാണ് ഈജിപ്തിലൊക്കെ പറയും മമ്മി സംസ്കരിക്കുന്നതൊക്കെ നമ്മൾ പറയില്ലേ. ആദിമകാലം മുതൽ, മനുഷ്യകുലം ഉണ്ടായ കാലം മുതൽ ഒരാളുടെ മരണം എന്ന് പറയുന്നത് വളരെ വിലപ്പെട്ടതാണ്. പ്രഭുക്കന്മാർ, ചക്രവർത്തിമാർ, അതുപോലെ തന്നെ മഹാന്മാർ, ഭൂമിയിൽ മനുഷ്യർ എത്രത്തോളം സന്തോഷത്തിലും സമൃദ്ധിയിലും ജീവിച്ചു എന്ന് പറഞ്ഞാലും കണ്ണുനീരില്ലാതെ മരിച്ച ആരില്ല. ഒരു പിഞ്ചു കുഞ്ഞ് ജനിക്കുമ്പോൾ മരിച്ചു എന്നല്ലാതെ ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ
ഒരു പ്രശസ്തനായ എത്ര മനുഷ്യരാണെങ്കിലും കണ്ണുനീരിലല്ലാതെ മരിച്ചിട്ടില്ല. മരണം എല്ലാവർക്കും ഒരു ദുഃഖമാണ് അല്ലേ? എന്നാൽ ദൈവവചനം അനുശാസിക്കുന്നത് എന്തുവാ? വിശുദ്ധ പൗലോസ് ശ്ലീഹ പറയുന്ന വചനം ഇങ്ങനെയാണ്: ജീവിക്കുന്നുവെങ്കിൽ ഞാൻ ക്രിസ്തുവിൽ ജീവിക്കും, മരിച്ചാലോ എനിക്കത് നേട്ടമാണ്. ഇങ്ങനെ എത്ര പേർക്ക് ചിന്തിക്കാൻ പറ്റും? ചില ആളുകൾക്കൊക്കെ മരണം വന്നാൽ അത് ദൈവം സഹായിച്ചില്ല, പുലമ്പാനും മറുതലിക്കാനും ഒക്കെയാണ്. എന്നാൽ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ജനം, അല്ലെങ്കിൽ ദൈവത്തിൽ ജീവിക്കുന്ന ജനത്തിന് മരണം എന്ന് പറയുന്നത് കണ്ണുനീരുണ്ടായാലും അവർക്ക് അത് ക്രിസ്തുവിലേക്കുള്ള ഒരു യാത്രയായതുകൊണ്ട് അവരുടെ ഉള്ളിൽ അവർ ആ വരാനിരിക്കുന്ന നിത്യകാലത്തെ ഓർത്ത് അവർ സന്തോഷിക്കും. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, കഷ്ടത മനുഷ്യർക്ക് പറഞ്ഞിട്ടുണ്ട്, ദുരിതം മനുഷ്യർക്ക് പറഞ്ഞിട്ടുണ്ട്, വേദന, ദാരിദ്ര്യം, കണ്ണുനീർ, ഇത് ദൈവത്തെ ആശ്രയിക്കുന്നവർക്കും ഉണ്ട്, ആശ്രയിക്കാത്തവർക്കും ഉണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ ജനത്തിന്, ദൈവത്തിൽ ആശ്രയിക്കുന്നവന് കഷ്ടത ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കാനുള്ള അവസരമാണ്. ദുരിതം, പീഡ, തകർച്ച ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കാനുള്ള ഒരു അവസരമാണ്. ഒരു കുഞ്ഞിൻ്റെ ജനിച്ച കുഞ്ഞ് മരണത്തിലേക്ക് പോകുമെന്ന് ഡോക്ടേഴ്സ് മുഴുവൻ വിധി എഴുതിയതുമായി ബന്ധപ്പെട്ട ഞാൻ ആദ്യമായിട്ട് ഒരു കുടുംബത്തെ ഇവിടെ ഞാൻ വന്ന് കാണുന്നത്. ഇത് ഓക്ലൻഡ് എന്ന് പറയുന്ന സിറ്റിയിലാണ് ഞാൻ വന്ന് കാണുന്നത്. അവർ നല്ലൊരു ക്രിസ്ത്യാനിയാണ്, എന്നാൽ ദൈവവചനത്തെക്കുറിച്ച് വലിയ ആഴമൊന്നും അറിയത്തില്ലായിരുന്നു. പക്ഷേ അവരുടെ ആ കുഞ്ഞിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട ആ സാഹചര്യം അവർ ദൈവത്തെ അറിയാനിടയായി. ആ കുഞ്ഞ് മരിക്കുമ്പോൾ പോലും അവരുടെ കണ്ണുനീരൊപ്പുന്ന ഒരു ക്രിസ്തുവിനെ അവർ യഥാർത്ഥമായി രുചിച്ചറിഞ്ഞിരുന്നു. കണ്ടോ, അവരുടെ ആ കഷ്ടത, അവരുടെ ആ കണ്ണുനീർ ദൈവത്തെ അറിയാൻ കാരണമായി. അതാ പറയുന്നത്, നമ്മൾക്കുടെ കഷ്ടതയും ദുരിതവും എല്ലാം ക്രിസ്തുവിലേക്ക് അടുക്കാൻ കാരണമാകണം. പ്രവാചകന്മാരുടെ പുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: അവരുടെ ജീവിതത്തിൽ ഒരു കഷ്ടത വന്നപ്പോൾ അവർ എന്നിലേക്ക് തിരിഞ്ഞില്ല. അവർ എന്നിലേക്ക് തിരിഞ്ഞിരുന്നുവെങ്കിൽ അവരുടെ കഷ്ടതയെ ഞാൻ എടുത്തു മാറ്റി അവരെ അനുഗ്രഹിക്കുമായിരുന്നു. ഇന്ന് ആ കഷ്ടത അനുഭവിച്ച, ആ വേദന അനുഭവിച്ച ആ കുടുംബം ഇന്ന് വലിയ സന്തോഷത്തിലും ആനന്ദത്തിലുമാണ്. അവരുടെ ഒരു കുഞ്ഞ് ഇന്ന് യേശു ക്രിസ്തുവിനോട് കൂടെ സ്വർഗത്തിലുണ്ട്. അവർക്ക് അതും ആനന്ദമാണ്. ഇന്ന് ഭൂമിയിൽ കുഞ്ഞുങ്ങളുണ്ട്, അതും അവർക്ക് ആനന്ദമാണ്. ഇന്ന് ക്രിസ്തു സന്തോഷത്തിൽ ജീവിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ഇന്നുള്ള ദുഃഖം താൽക്കാലികമാണ്, പക്ഷേ മരണം അത് നിത്യതയിലേക്കുള്ള യാത്രയാണ്. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, കഷ്ടതയിലും ദുരിതത്തിലും കർത്താവിലേക്ക് കടന്നു വന്ന് പ്രാർത്ഥിക്കാനായിട്ട് ആർക്കൊക്കെ സാധിക്കുമോ അവരെല്ലാം ഭാഗ്യവാന്മാരാണ്. നോക്ക്, ഇതിൻ്റെ അകത്ത് ഇപ്പോൾ 2 ആളുകൾ അടക്കിയിട്ടുണ്ട്. അവർ ഈ ഡോറ് തുറന്ന് ഇതടക്കുമ്പോൾ എത്രയോ പേർ ഇവിടെ നിന്ന് കരഞ്ഞിട്ടുണ്ടാകും, എത്രയോ കണ്ണുനീരുണ്ടായിട്ടുണ്ടാകും. അവർ എത്ര പേരെ ദൈവത്തെ അറിഞ്ഞു? ഈ കുഴിയിലായിരിക്കുന്ന ആത്മാവ് ദൈവത്തിലെത്തിയോ ഇല്ലയോ ഇതൊന്നും നമുക്കറിയത്തില്ല. എന്നാൽ പ്രിയ ദൈവമക്കൾ, ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർ നമ്മുടെ ആത്മാവിനെ പൂർണ്ണമായും കർത്താവിന് സമർപ്പിക്കുക. ദുഃഖമുണ്ടാകും, വേദനയുണ്ടാകും, പക്ഷെ അതെല്ലാം ദൈവത്തിലേക്ക് മടങ്ങി വരാനുള്ള ഒരവസരമായി നമ്മൾ കാണണം. അങ്ങനെ അനുഗ്രഹത്തിൻ്റെ അവകാശികളായി മാറണം. ഇന്നത്തെ ദുഃഖം മാറും, ഇന്നത്തെ ദാരിദ്ര്യം മാറും, വേദന മാറും. കർത്താവിൽ ആശ്രയിച്ച് നമ്മൾ മുന്നേറുമ്പോൾ ഈ ദുഃഖങ്ങളൊക്കെയും വൻ അനുഗ്രഹമായി മാറും. ഭൂമിയിലെ അനുഗ്രഹം മാത്രമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഭൂമിയിലെ അനുഗ്രഹം വിജാതീയരും പ്രാപിക്കുന്നു. നിത്യമായ ഒരു ആനന്ദം, ക്രിസ്തുവിലുള്ള ഒരു ജീവിതം, നിത്യത. മരണം മുമ്പിലെത്തുമ്പോൾ സമാധാനത്തോടെ നമുക്ക് പറയാൻ സാധിക്കും, ഞാൻ ഭൂമിയിലായിരുന്ന കാലം സന്തോഷത്തിലും ക്രിസ്തുവിലും ഞാൻ ജീവിച്ചു, ഇനി ഞാൻ എൻ്റെ ക്രിസ്തുവിലേക്ക് എൻ്റെ ഓട്ടം പൂർത്തിയാക്കി എന്ന് പറയാൻ നമുക്ക് ഇവർക്കും സാധിക്കണം. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.